ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട പുനഃപരിശോധനാ ഹർജികൾ നാളെ സുപ്രീംകോടതി പരിഗണിക്കാനിരിക്കെ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കാതെ സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ. കോടതിയിൽ സർക്കാർ നിലപാട് തിരുത്തുമോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിൽ നിന്ന് എം വി ഗോവിന്ദൻ ഒഴിഞ്ഞുമാറി. സർക്കാർ നിലപാട് സ്വീകരിക്കുമെന്നായിരുന്നു പ്രതികരണം. വിശ്വാസികളുടെ താല്പര്യം സംരക്ഷിക്കണം, എന്നാൽ ജനാധിപത്യപരമായ ഉള്ളടക്കത്തെ ശക്തിപ്പെടുത്തുകയും വേണം. രണ്ടും രണ്ടല്ലേ? പിന്നെന്താ, അങ്ങനെ രണ്ടും കൂടി ചേർത്തിട്ടല്ലേ ജനാധിപത്യം നടക്കുക? അല്ലാണ്ട് വിശ്വാസികൾക്ക് ഒരു ജനാധിപത്യം, വിശ്വാസി അല്ലാത്തവർക്ക് വേറെ ജനാധിപത്യം ഉണ്ടോ? എല്ലാവർക്കും ഉള്ള ജനാധിപത്യം തന്നെ. കോടതി പറഞ്ഞ നിലപാടാണെന്ന്. കയറ്റണ്ടെന്ന് പറഞ്ഞപ്പോൾ കയറ്റണമെന്ന് പറഞ്ഞപ്പോൾ കയറ്റണം. കോടതി നിലപാടാണ് ഞങ്ങൾ എടുക്കുന്നത്. അല്ലാണ്ട് ഞങ്ങൾ ഇന്ന നിലപാട് സ്വീകരിച്ചു എന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല. യുവതീ പ്രവേശനത്തിൽ കേന്ദ്ര സർക്കാർ ഒന്നും ചെയ്തില്ലെന്ന് NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ. വിഷയത്തിൽ സംസ്ഥാന സർക്കാർ സുപ്രീംകോടതിയിൽ നിലപാട് തിരുത്തുമെന്നാണ് പ്രതീക്ഷയെന്നും ജി സുകുമാരൻ നായർ പറഞ്ഞു. ഗവൺമെൻറ് ഈ കാര്യത്തിൽ എന്ത് നിലപാടെടുക്കുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. തിരുത്തണമെന്ന് പ്രതീക്ഷയുണ്ട്. അത് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് അങ്ങനെ ആഗ്രഹമുണ്ടല്ലോ. ഇടപെട്ടിട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ NSS അല്ലേ ഉള്ളൂ. ഇതിനെതിരായിട്ട് രാഷ്ട്രീയ പാർട്ടികളൊന്നും ഇടപെട്ടിട്ടില്ലല്ലോ. ഗവൺമെൻറ്റുകൾ പോലും ഇടപെട്ടിട്ടില്ല. NSS ആ കേസ് കൊടുത്തിരിക്കുന്നു. ഏതായാലും ഞങ്ങളെ വിളിക്കും. അത് ഞങ്ങൾ വളരെ സജീവമാണ്. കേസ് വളരെ പഴയ വാശിയോടുകൂടി തന്നെ ആ വിഷയത്തിൽ ഞങ്ങൾ മുന്നിട്ട് നിൽക്കുകയാണ്. യുവതീ പ്രവേശനം അനുവദിക്കരുതെന്നാണ് UDF നിലപാടെന്നും സർക്കാർ നിലപാട് വ്യക്തമാക്കണമെന്നും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. സത്യവാങ്മൂലം തിരുത്താൻ തയ്യാറാകുമോ എന്ന് വി.ഡി. സതീശൻ ചോദിച്ചു. പക്ഷേ സുപ്രീം കോടതിയിൽ ഈ കേസ് വരുമ്പോൾ സർക്കാർ ഒരു അഫിഡവിറ്റ് കൊടുത്തിട്ടുണ്ട് നേരത്തെ. ആ അഫിഡവിറ്റ് മാറ്റി ഒരു അഫിഡവിറ്റ് കൊടുക്കാൻ ഗവൺമെൻറ് തയ്യാറുണ്ടോ എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണം. ഇതിൽ ഒളിച്ചുകളി പറ്റില്ല. ഈ അഴകുഴമ്പൻ സമീപനം പറ്റില്ല. എന്താണ് നിലപാടെന്ന് കൃത്യമായിട്ട് പറയണം. സ്ത്രീ പ്രവേശനത്തിന് ഇപ്പോഴും സർക്കാർ അനുകൂലിക്കുന്നുണ്ടോ? ഒന്ന്, അനുകൂലിക്കുന്നുണ്ട് എങ്കിൽ ഈ അഫിഡവിറ്റിൽ അവർ ഉറച്ചു നിൽക്കുക. ഇനി അനുകൂലിക്കുന്നില്ല, നേരത്തെ ക്ഷമ ചോദിച്ചാണ്, മാപ്പ് പറഞ്ഞതാണ്, അന്നത്തെ ദേവസ്വം മന്ത്രി പരസ്യമായിട്ട് അത് തെറ്റുപറ്റിപ്പോയി എന്നെല്ലാം പറഞ്ഞതാണ്. അതുകൊണ്ട് അങ്ങനെയാണെങ്കിൽ അഫിഡവിറ്റ് പിൻവലിക്കണം. ഏതെങ്കിലും ഒരു നിലപാട് വേണം. ഇപ്പോഴാണ് യഥാർത്ഥത്തിൽ എന്താണ് ഇവരുടെ സ്റ്റാൻഡ് എന്ന് വ്യക്തമാകാൻ പോകുന്നത്. ആർ അച്യുതൻ വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്ന്. അച്യുതൻ, നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെയാണ് ഈ വിഷയം വീണ്ടും ഒരു ഇടവേളയ്ക്ക് ശേഷം സജീവമാകുന്നത് എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രാധാന്യം. നാളെ എന്താകും കോടതിയിൽ ഉണ്ടാകാൻ പോകുന്നത്? ഇതിന്റെ നടപടികൾ എന്നുള്ളത് എങ്ങനെയാകും? സർക്കാരിന് ഈ അടുത്ത കാലത്ത് ഇതിൽ നിലപാട് അറിയിക്കേണ്ടി വരുമോ? എങ്ങനെയാകും അതിന്റെ നടപടിക്രമങ്ങൾ? ഈ അടുത്തിടെയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട നിലവിലെ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ഒരു പ്രതികരണം ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയത്. അന്ന് അദ്ദേഹം പറഞ്ഞത്, ഈ മതസ്വാതന്ത്ര്യവും സ്ത്രീ അവകാശവും സംബന്ധിച്ചുള്ള വിഷയങ്ങളിൽ അതിൽ കോടതി ഇടപെട്ടിട്ടുണ്ട്. അതായത് മതാചാരങ്ങളിൽ കോടതി ഇടപെട്ട് ലിംഗസമത്വം നിർണ്ണയിക്കണമോ, അത്തരമൊരു ഇടപെടൽ വേണമോ എന്ന കാര്യങ്ങൾ പരിശോധിക്കേണ്ടി വരും. അത് ഈ ശബരിമല യുവതി പ്രവേശനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരാമർശിച്ചുകൊണ്ടായിരുന്നു ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ആ ഒരു അഭിപ്രായം രേഖപ്പെടുത്തിയത്. അതിന് ഒരു 9 അംഗ വിശാല ബെഞ്ച് രൂപീകരിക്കുന്നത് പരിഗണനയിലാണ് എന്നുകൂടി അദ്ദേഹം പറഞ്ഞിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഈ ഒരു വിഷയം, അതായത് ഈ ശബരിമല യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള പുനഃപരിശോധനാ ഹർജികൾ നാളെ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തിന്റെ ബെഞ്ചിലേക്ക് എത്തുന്നത്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നാളെ ഇതുമായി ബന്ധപ്പെട്ട വാദങ്ങൾ ഒന്നും തന്നെ ഉണ്ടാകില്ല. കാരണം ഇത് നേരത്തെ തന്നെ ഒരു വിശാല ബെഞ്ചിൽ ഇരുന്ന വിഷയമാണ്. അപ്പോൾ സ്വാഭാവികമായി 3 അംഗ ബെഞ്ച് സാധാരണഗതിയിൽ കോടതി നടപടിക്രമം പ്രകാരം അതിൽ വാദം കേൾക്കാറില്ല. മറിച്ച് നിർദ്ദേശങ്ങളായിരിക്കും നാളെ ഉണ്ടാവുക. അതായത് ഈ വിഷയം ഇനി 9 അംഗ വിശാല ബെഞ്ചിലേക്ക് വിടണമോ, ആ ബെഞ്ച് രൂപീകരിക്കണമോ എന്ന സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ഒരു തീരുമാനമായിരിക്കും നാളെ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് നാളെ പുറപ്പെടുവിക്കുക. സ്വാഭാവികമായും വിശാല ബെഞ്ച് രൂപീകരിച്ചു കഴിഞ്ഞാൽ എന്താണ് നിലവിലെ ഇതിൻ്റെ സ്ഥിതിയുമായി ബന്ധപ്പെട്ടുള്ള അഭിപ്രായങ്ങൾ അത് കക്ഷികളോട് തേടും. അങ്ങനെ വരുമ്പോൾ ഒരു പക്ഷേ സംസ്ഥാന സർക്കാരിന് വീണ്ടും ഒരു സത്യവാങ്മൂലം മറുപടി കോടതിക്ക് നൽകേണ്ടി വരും. അങ്ങനെയുള്ള സാധ്യതകൾ കൂടി ഈ കേസിന്റെ ഭാഗമായി നിൽക്കുന്നുണ്ട്. നിലവിലെ ഈ സുപ്രീം കോടതിയിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ നൽകിയിരിക്കുന്ന സത്യവാങ്മൂലം അതൊരു രാഷ്ട്രീയമായി തന്നെ സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയിട്ടുള്ള ഒന്നുകൂടിയാണ്. അതാണ് പൊതുവെ പ്രതിപക്ഷം ഉയർത്തുന്ന ഒരു വിഷയം. സർക്കാർ ആ നിലപാട് തിരുത്താൻ തയ്യാറാകുമോ? യുവതി പ്രവേശനത്തെ അനുകൂലിച്ചുകൊണ്ട് സർക്കാർ നൽകിയ ആ ഒരു സത്യവാങ്മൂലം അതിൽ നിലപാട് തിരുത്താൻ തയ്യാറാകുന്നുണ്ടോ എന്ന് തന്നെയാണ് പ്രതിപക്ഷം ഉയർത്തുന്നത്. എന്തായാലും കോടതി ഈ വിഷയം വിശാല ബെഞ്ചിലേക്കാണ് വിടുന്നതെങ്കിൽ സ്വാഭാവികമായും ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ള വിഷയമാണ്. കാരണം ഈ മതാചാരങ്ങളിലേക്ക് ലിംഗസമത്വം ഏർപ്പെടുത്തണം, അത് കോടതി ഇടപെട്ട് ഏർപ്പെടുത്തണം എന്ന കാര്യങ്ങളിലേക്ക് കടക്കുമ്പോൾ അത് കോടതി എല്ലാ വർഷവും
അതാണ് കോടതിക്ക് മുന്നിൽ നാളെ ശബരിമല യുവതി പുനഃപ്രവേശം ഹർജികൾ പരിഗണിക്കാൻ പോവുകയാണ്. അപ്പോൾ അതിൽ നിർദ്ദേശങ്ങൾ സമർപ്പിക്കുക എന്നുള്ള നടപടികളൊക്കെയാകും നടക്കാൻ പോകുന്നത്. ഏറ്റവും പ്രധാനമാകാൻ പോകുന്നത് സർക്കാർ എന്ത് നിലപാട് സ്വീകരിക്കും, സർക്കാർ നിലപാട് തിരുത്തുമോ എന്നുള്ളതാണ്. ഇതിനോടകം തന്നെ അതിൽ വലിയ പ്രതികരണങ്ങൾ വിവിധ കോണുകളിൽ നിന്ന് സംസ്ഥാനത്ത് നിന്ന് ഉയർന്നു വരികയും ചെയ്തിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.